ശ്രീ നിതിൻ, ഇപ്പോൾ അല്പസമയം മുമ്പ് ഹരിദാസ് സാറ് സൂചിപ്പിച്ചു, അതായത് മുഖ്യമന്ത്രിയുടെ യാത്രക്കിടയിലെ രക്ഷാപ്രവർത്തനങ്ങളെക്കുറിച്ച്. പക്ഷേ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ CPIMന്റെ ജില്ലാ സമ്മേളനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. ഇതേ മുഖ്യമന്ത്രിയെ തന്നെ മുഖ്യമന്ത്രിയായി തെരഞ്ഞെടുത്ത പാർട്ടിയുടെ ജില്ലാ സമ്മേളനങ്ങളിൽ പറയുന്നത് പാർട്ടിക്കാർക്ക് പോലും ഇപ്പോൾ പോലീസ് സ്റ്റേഷനിലേക്ക് ചെല്ലാൻ പറ്റുന്നില്ല, ചെന്നാൽ അടിയുറപ്പാണ് എന്നാണ്. അതെന്തുകൊണ്ടാണ് ശ്രീ നിതിൻ അങ്ങനെ നമ്മുടെ പോലീസ് സേന മാറുന്നത്? ഇത് പാർട്ടിയുടെ സമ്മേളന വേദികളിൽ ഉണ്ടായിട്ടുള്ള വിമർശനമാണ്, ഇടുക്കിയിലും എറണാകുളത്തും ഒക്കെ അടക്കം. ഒരു അറിവ് എന്നതിനപ്പുറത്ത് തിരിച്ചറിവ് എന്നത് പോലീസ് സംവിധാനത്തിന് വളരെ പ്രധാനപ്പെട്ടതാണല്ലോ. അങ്ങനെ ഒരു തിരിച്ചറിവ് നമ്മുടെ പോലീസ് സേനയ്ക്ക് നഷ്ടമാകുന്നുണ്ടോ? അവർക്ക് ഒരു ആത്മവിശ്വാസ കുറവ് ഉണ്ടാകുന്നുണ്ടോ? ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, ഈ പോലീസുകാർക്കിടയിലെ ആത്മഹത്യ അടക്കം ഞങ്ങൾ ചർച്ച ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ അവർ ഏതെങ്കിലും തരത്തിലുള്ള സമ്മർദ്ദം നേരിടുന്നതാണോ? എന്താണ് യഥാർത്ഥത്തിൽ ഈ പോലീസുകാർക്ക് സംഭവിക്കുന്നത് എന്നാണ് താങ്കൾക്ക് തോന്നുന്നത്? സൈക്കോളജിക്കലി അതിനെ ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ പ്രധാനമായിട്ടും എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ചാല്, സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു മെത്തേഡ് അല്ലെങ്കിൽ ഒരു രീതി അല്ലെങ്കിൽ ഒരു അപ്രോച്ച് അല്ല നമ്മുടെ പോലീസ് സേനയില് ഇപ്പോ നടക്കുന്നത്. അവർ ടെക്നോളജിക്കലി ഒരുപാട് അഡ്വാൻസ്ഡ് ആകുന്നുണ്ട് എങ്കിലും പല കാര്യങ്ങളും ഓരോ പോലീസ് ഫോഴ്സിലുള്ള ഓരോരുത്തരും ചെയ്യുന്ന കാര്യങ്ങൾക്ക് അവരവര് അക്കൗണ്ടബിൾ ആവുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ ഡെവലപ്പ് ചെയ്തിട്ടില്ല എന്നുള്ളത് ഒരു വസ്തുതാപരമായിട്ടുള്ള കാര്യമാണ്. ഇപ്പോ പല വിദേശ രാജ്യങ്ങളിലും നോക്കുകയാണെങ്കിൽ ഓരോ ഫോഴ്സിൽ, പ്രത്യേകിച്ച് പോലീസ് ഫോഴ്സുകളിലൊക്കെ ബോഡി ക്യാം സെറ്റ് ചെയ്യാറുണ്ട്. അപ്പൊ അവരെന്താണ് ചെയ്യുന്നത് അല്ലെങ്കിൽ അവരുടെ മുന്നിൽ എന്തൊക്കെ ആക്ടിവിറ്റികളാണ് നടക്കുന്നത് എന്നുള്ളത് കൃത്യമായി റെക്കോർഡ് ചെയ്യപ്പെടുകയും അവർ ചെയ്യുന്ന ആക്ഷൻ അക്കൗണ്ടബിൾ ആവുകയും ചെയ്യപ്പെടുന്ന സാഹചര്യമുണ്ട്. അപ്പൊ അത്തരത്തില് ഒരു മാറ്റം നമ്മുടെ സേനയിൽ അത്യാവശ്യമാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെയാണെങ്കിൽ ഇത്തരത്തിലുള്ള പല കാര്യങ്ങളും ചെയ്യുന്നതിൽ നിന്ന് ഒരു ഹിൻഡറൻസ് അല്ലെങ്കിൽ ഒരു ഇൻഹിബിഷൻ നമ്മുടെ സേനയ്ക്ക് ഉണ്ടാവുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. പലപ്പോഴും ഒരു ഡിസിഷൻ മേക്കിംഗ് ജഡ്ജ്മെന്റൽ എറർ സംഭവിക്കുന്നുണ്ട്. അത് പല കാരണങ്ങൾ കൊണ്ടാവാം. ഇപ്പൊ സൂചിപ്പിച്ചതുപോലെ വർക്ക് പ്രഷർ, ഇപ്പൊ ഓവർ ടൈം ആയിട്ട് വർക്ക് ചെയ്യുമ്പോൾ പെട്ടെന്നൊരു കോൾ വരുമ്പോൾ അല്ലെങ്കിൽ പെട്ടെന്നൊരു കംപ്ലൈന്റ് വരുമ്പോൾ അല്ലെങ്കിൽ ഒരു ലോ ആൻഡ് ഓർഡർ സിറ്റുവേഷൻ മാനേജ് ചെയ്യേണ്ടതായിട്ട് വരുമ്പോൾ അപ്പം അത്രയും ടയേർഡ് ആയിട്ടുള്ള കണ്ടീഷനിൽ അവരെടുക്കുന്ന ഡിസിഷൻസ് പ്രോപ്പറായിട്ട് അവരുടെ ജഡ്ജ്മെന്റ് കറക്റ്റ് ആവണമെന്നില്ല. അപ്പം അവർ ഇമോഷണലി ചിലപ്പോൾ ആക്ട് ചെയ്തേക്കാം. അപ്പൊ അത് വർക്ക് പ്രഷറും മാനേജ് ചെയ്യേണ്ടതായിട്ടുണ്ട് എന്നുള്ളത് വസ്തുതാപരമായിട്ടുള്ള കാര്യമാണ്. അപ്പൊ മൊത്തത്തിലൊരു സയന്റിഫിക് ആയിട്ടുള്ള സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു അപ്രോച്ച് ഓരോ കാര്യങ്ങളിലും ഓരോ ഡിസിഷൻ മേക്കിങ്ങിലും ഓരോ ആക്ഷനിലും ഉണ്ടാകേണ്ടത് അത്യാവശ്യമാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. ട്രഡീഷണൽ ആയിട്ടുള്ള അല്ലെങ്കിൽ ഓരോരുത്തരുടെ തോന്നലുകൾക്കനുസരിച്ച് ലോ ആൻഡ് ഓർഡർ സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യുന്നത് മാറ്റിയിട്ട് കുറെ കൂടെ സയന്റിഫിക്കും സിസ്റ്റമാറ്റിക്കും ആക്കി കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഒരു പരിധി വരെ കുറയ്ക്കാനായിട്ട് കഴിയുമെന്നുള്ളതാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇപ്പോ എല്ലാ പോപ്പുലേഷനിലും, അതിപ്പോ നമ്മുടെ പോലീസ് സേനയാണെങ്കിലും കുറച്ച് ആൾക്കാർ എപ്പോഴും ഈ പർപ്പസ്ഫുള്ളി നമ്മൾ നേരത്തെ സൂചിപ്പിച്ച പോലെ ഈവിൾ ചെയ്യുന്ന ആൾക്കാർ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള ഈവിൾ ആക്ട് ചെയ്യാൻ ഇന്റൻഷൻ ഉള്ള ആൾക്കാരുണ്ടാവും. നമ്മൾ അവരെ ഐഡന്റിഫൈ ചെയ്യാനും അല്ലെങ്കിൽ റിപ്പോർട്ട് ചെയ്യാനും വേണ്ടിയിട്ടുള്ള ഒരു ഇന്റേണൽ മെക്കാനിസം ഉണ്ട്. പക്ഷെ അത് എത്രത്തോളം നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമാണ്. അപ്പൊ അതൊക്കെ കുറെ കൂടെ സ്ട്രിക്റ്റും ആക്റ്റീവും ആക്കി കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള റിപ്പീറ്റഡ് ആയിട്ടുള്ള ഇൻസിഡൻസ് കുറയ്ക്കാൻ കഴിയും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇപ്പോ പലപ്പോഴും ഈ ഡിസിഷൻ മേക്കിങ്ങിലുള്ള എററാണ് പർപ്പസ്ഫുള്ളി അല്ലാത്ത കേസുകളിലൊക്കെ നമുക്ക് കാണാനായിട്ട് കഴിയും. ഇപ്പൊ ഇന്ന് ഉണ്ടായിരിക്കുന്ന ഇൻസിഡന്റ് ഞാൻ മനസ്സിലാക്കിയിടത്തോളം പർപ്പസ്ഫുള്ളി ചെയ്തതല്ല, പക്ഷെ അവരുടെ ഒരു എറർ ഓഫ് ജഡ്ജ്മെന്റിൽ സംഭവിച്ചിരിക്കുന്ന കാര്യമാണ്. പക്ഷെ ഒരിക്കലും നമുക്ക് ഉൾക്കൊള്ളാനോ അംഗീകരിക്കാനോ അല്ലെങ്കിൽ ഒരു എക്സ്ക്യൂസ് കൊടുക്കാനോ കഴിയാത്ത കാര്യമാണ് എന്നുള്ളത് ഒരു വസ്തുതാപരമായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോ ഈ പോലീസ് സേനയില് ഒരു കോൾ വരുമ്പോൾ അല്ലെങ്കിൽ ഒരു കംപ്ലൈന്റ് വരുമ്പോൾ അല്ലെങ്കിൽ ഒരു ലോ ആൻഡ് ഓർഡർ സിറ്റുവേഷൻ ടാക്കിൾ ചെയ്യേണ്ട മാനേജ് ചെയ്യേണ്ട സിറ്റുവേഷൻ വരുമ്പോൾ കുറെ കൂടെ സയന്റിഫിക്കും സിസ്റ്റമാറ്റിക്കും ഓരോരുത്തരും ചെയ്യുന്ന കാര്യങ്ങൾക്ക് അവരവർ തന്നെ അക്കൗണ്ടബിൾ ആകേണ്ടുന്ന സാഹചര്യം കൂടെ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും കുറെ കൂടെ എഫിഷ്യന്റ് ആയിട്ടുള്ള, കുറെ കൂടെ പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള, കുറെ കൂടെ ട്രസ്റ്റബിൾ ആയിട്ടുള്ള ഒരു ലോ എൻഫോഴ്സ്മെന്റ് ആയിട്ട് നമ്മുടെ കേരള പോലീസ് മാറും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. റൈറ്റ്. സക്രിയ ജോർജ് സാർ കൂടി ചേരുന്നുണ്ട്. ഞാൻ വളരെ പെട്ടെന്ന് എത്താം ചർച്ചയിലേക്ക്, ഇടവേളയ്ക്ക് ശേഷം.